CMRL എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണം നിയമപരമെന്ന് കർണാടക ഹൈക്കോടതി. നിയമപരമായ ഒരു തടസ്സവും അന്വേഷണം നടത്തുന്നതിനില്ല. അന്വേഷണം റദ്ദാക്കാനോ തടയാനോ ആകില്ല. ഹർജിയിൽ വീണ വിജയൻ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതിയുടെ 46 പേജുള്ള വിധിന്യായത്തിലുണ്ട്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ശ്യാം ദേവരാജ് ഉണ്ട് വിവരങ്ങളുമായി. ശ്യാം, എന്തൊക്കെയാണ് ഈ 46 പേജുള്ള വിധിന്യായത്തിൽ പറയുന്നത്? വളരെ വിശദമായ ഒരു ഉത്തരവാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 8-ന് ആണ് ഇക്കാര്യത്തിലൊരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തടയണമെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് എക്സാലോജിക് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. എക്സാലോജിക് കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഇതിന്മേൽ ഈ തിങ്കളാഴ്ച വിശദമായ വാദം ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് കേട്ടു. തുടർന്ന് അതിന്റെ വിധി ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇന്നലെ 2:45-ലാണ് വിധി പുറത്തു വന്നത്. പക്ഷേ ഹർജി തള്ളി എന്നുള്ളൊരു ഒറ്റ വാചകം മാത്രമായിരുന്നു പറഞ്ഞത്. എന്തുകൊണ്ട് ഹർജി തള്ളി എന്നതടക്കമുള്ള കാരണങ്ങൾ അതിന്റെ വിധിന്യായം ഇന്ന് അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തീരുമാനിച്ചു. ആ അന്വേഷണത്തിലുള്ള തീരുമാനം ശരിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആ തീരുമാനത്തെ തടയുന്നില്ല, കൈകൾ ബന്ധിക്കുന്നില്ല എന്നാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. മാത്രമല്ല കമ്പനി നികാരി നിയമത്തിന്റെ 212-ാം വകുപ്പ് അനുസരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതിൽ തടസ്സങ്ങളില്ല. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അന്വേഷണം കോടതി ഇതിൽ മനസ്സർപ്പിക്കുന്നില്ല. പകരം മനസ്സർപ്പിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. അവർ ഇക്കാര്യത്തിൽ മനസ്സർപ്പിച്ച് അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരിക എന്നതാണ് ചെയ്യാനുള്ളത് എന്നാണ് ഹൈക്കോടതി ഇതിന്മേൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. SFIO അന്വേഷണം അനിവാര്യമാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം ശരിവെക്കുന്നതാണ് ഈ ഹൈക്കോടതിയുടെ വിധി. മാത്രമല്ല SFIOയുടെ അന്വേഷണം ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ചാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദവും ശരിവെക്കുന്നുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും KSIDCയുമായി ബന്ധപ്പെട്ടും CMRലുമായി ബന്ധപ്പെട്ടുമുള്ള രേഖകളും ഉത്തരവിൻ്റെയും സാമ്പത്തിക ഇടപാടിൻ്റെയും രേഖകൾ പരിശോധിക്കാൻ SFIOയ്ക്ക് അധികാരമുണ്ട്. SFIO അന്വേഷണം നിയമപരമാണ്. കമ്പനികാര്യ നിയമത്തിലെ 212-ാം വകുപ്പ് അനുസരിച്ച് SFIOയ്ക്ക് അന്വേഷിക്കാം. അതിൽ നിയമവിരുദ്ധതയില്ല. ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ചാണ് അന്വേഷണം. ഈ ഇടക്കാല റിപ്പോർട്ട്, അതായത് നിലവിൽ SFIOയ്ക്ക് അന്വേഷണത്തിന് വേണ്ടി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം തീരുമാനിച്ചത് ഇടക്കാല റിപ്പോർട്ടാണ്. ഈ ഇടക്കാല റിപ്പോർട്ട് ഒരു കമ്പനിയെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, ഇത് മറ്റൊരു അന്വേഷണത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്, കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് കർണാടക ഹൈക്കോടതി ശരിവെക്കുന്നു. 212 വകുപ്പിന്റെ സംരക്ഷണം എക്സാലോജിക്കിന് ലഭിക്കില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ച് ശിക്ഷാ നടപടിയില്ല, പക്ഷേ ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണമാകാം എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അധാർമിക പ്രവർത്തനങ്ങൾ പുറത്തുവരാൻ വേണ്ടിയാണ് SFIO അന്വേഷണം. സാമ്പത്തിക കുറ്റകൃത്യം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഒരു സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുക എന്നതും അതിന്റെ സത്യം യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരിക എന്നതും അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചും വെല്ലുവിളിയാണ്. നിലവിൽ SFIOയ്ക്കാണ് ഈ വെല്ലുവിളി എന്ന കാര്യവും ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇത് എക്സാലോജിക്കുമായി മാത്രം ബന്ധപ്പെട്ട ഇടപാടുകളല്ല. എക്സാലോജിക്കുണ്ട്, CMRലുണ്ട്, KSIDC ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വകുപ്പുകൾ, സർക്കാർ വകുപ്പുകൾ പോലും അല്ലെങ്കിൽ സർക്കാരിന്റെ കമ്പനികൾ പോലും ഇതിലുണ്ട്. പരന്ന അന്വേഷണമാണ് വേണ്ടത്, അല്ലെങ്കിൽ ആഴത്തിലുള്ള വിശദമായ അന്വേഷണമാണ് വേണ്ടത്. അതിന് SFIO മതിയായ ഏജൻസിയാണ് എന്നും ഹൈക്കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണത്തിന് തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ, ആ നടപടിയെ തെറ്റുപറയാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. കോടതി ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു കാര്യത്തിലേക്കും ഇടപെടുന്നില്ല. കോടതിയല്ല ഇപ്പോൾ മനസ്സർപ്പിക്കേണ്ടത്. ഇപ്പോൾ മനസ്സർപ്പിക്കേണ്ടത് SFIO ആണ്. SFIO മനസ്സർപ്പിച്ച് ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്നുമാണ് കോടതി വ്യക്തമാക്കുന്നത്. നിലവിലെ അന്വേഷണത്തിൽ കോടതി ഇടപെടേണ്ടതില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, SFIO അന്വേഷണം ആനുപാതികമല്ല. ഇതൊരു വലിയ കുറ്റകൃത്യമല്ല. 1,76,00,000 രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് മാത്രമാണ് എന്നായിരുന്നു വീണ വിജയന്റെ
എക്സാലോജി കമ്പനിയുടെ വാദം. ആ വാദത്തെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്നു. ഈ അന്വേഷണം ആനുപാതികമല്ല എന്ന വാദം സമ്പൂർണ്ണമായും തള്ളുന്നു. പകരം കോടതി ഇതിൽ പറയുന്നത് SFIO അന്വേഷണം ആനുപാതികമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായുള്ള കുറ്റകൃത്യമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോകണം. അത്തരം ശ്യാം കുറ്റകൃത്യങ്ങൾ ദേവരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധി പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുള്ളത്. അന്വേഷണം തടയാനാകില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ശ്യാം ദേവരാജാണ് ലീഗൽ ഡെസ്കിന് വിവരങ്ങൾ നൽകിയത്.